ഏതായാലും പാല അനാഥമാകില്ല എന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട് എന്ന് നഗരസഭാ വാർഡ് കൗൺസിലറും മുൻ ചെയർപേഴ്സണുമായിരുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധി ബെറ്റി ഷാജു തുരുത്തൻ. അഹങ്കാരത്തിന് ദൈവം പണി തരുമെന്നും അവർ പ്രതികരിച്ചു. നഗരസഭയിലെ മുതിർന്ന കൗൺസിലറാണ്, പലതവണ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിച്ച ആളാണ്. ഇപ്പോൾ ഈ നഗരസഭയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് ഏകദേശം തീർക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ നിലപാട്? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് തന്നെ പറയാം. ഇനി അങ്ങോട്ടുള്ള നിലപാട് ഇപ്പോൾ ഈ പ്രതിപക്ഷ അതായത് ഈ അവിശ്വാസത്തെ പിന്താങ്ങിയ അവിശ്വാസം പാസ്സാക്കുന്നതിന് ഒന്നിച്ചു കൂടിയെന്ന എല്ലാവർക്കും അവരവരുടേതായ പാർട്ടികൾക്ക് നേതാക്കളുണ്ട്. ആ നേതാക്കൾ പറയുന്നതനുസരിച്ച് ചർച്ച ചെയ്ത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതങ്ങോട്ട് തീരുമാനം ഇനിയുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം ഉണ്ടാവും. ഏതായാലും പാലായെ അനാഥമാക്കില്ല എന്നൊരു വാക്ക് ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനാഥമാക്കി കളയാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഇതിൽ നിന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പാഠമുണ്ട്. അഹങ്കാരത്തിന് മുകളിലിരിക്കുന്ന ദൈവം പണി തരും. കാവ്യനീതി നടപ്പാക്കി എന്ന എല്ലാ സ്റ്റേജുകളിലും പറയാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം പറഞ്ഞെടുത്ത് ഈ കാവ്യനീതി ദൈവം നടപ്പാക്കിയെന്നേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അധിക്ഷേപിക്കാവുന്ന രീതിയിൽ നമ്മൾ ആരുടെ മനസ്സിന് മുറിവേൽപ്പിക്കരുത്. ഏറ്റവും അധിക്ഷേപിച്ച രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ നഗരസഭാ കൗൺസിൽ പ്രമേയം പാസ്സാക്കി ജോസ് കെ മാണിയെ കൊണ്ടുപോയി അവിടെ മഹാരഥന്മാരുടെ മക്കൾക്ക് കഴിവില്ല, മക്കളെ കയറ്റി അവിടെ സ്ഥാനത്തിരുത്തണം എന്താണെന്ന് പറഞ്ഞാലും ജോസ് കെ മാണിക്ക് കഴിവില്ല എന്ന് പറയുന്ന പാലക്കാരൻ ഇദ്ദേഹം മാത്രമേ കാണുള്ളൂ. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ പാലായിൽ ഇത്രയും പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നു. IIIG, അതുപോലെ തന്നെ സയൻസ് സിറ്റി, എന്തെല്ലാം പ്രസ്ഥാനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മഹാനായ ഒരു നേതാവിൻ്റെ പുത്രൻ. പിന്നെ ഓരോരുത്തരും ജനിച്ചു വളരുന്ന സാഹചര്യം, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് പഴയ കാരണവന്മാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പൻ തീയിൽ കുരുത്തു, മകനായപ്പോഴത്തേനും കുറച്ചുകൂടെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേനും അത്രയും തീയിൽ കുരുത്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് വെയിലത്ത് വാടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ.